ഷിപ്പിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു പെർമനൻറ്റ് പോസ്റ്റാണ്, എക്സിക്യൂട്ടീവ് ട്രെയിനി എന്നുള്ള രീതിയിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. ഇത് ഇവർ എല്ലാ കൊല്ലവും വിളിക്കുന്നതാണ്. ഓക്കെ, അതായത് എക്സിക്യൂട്ടീവ് ട്രെയിനീസ്. അത് ഇലക്ട്രിക്കൽ മാത്രമല്ല, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, നാവൽ ആർക്കിടെക്ചർ ഉണ്ട്, സിവിൽ ഉണ്ട്, IT ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ വരുന്നത് BTech ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 65% മാർക്സ്. മിനിമം 65% മാർക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതാണ് എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ വരുന്നത്. ITയുടെ കേസിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് ഉള്ളത്. പിന്നെ HR ഹ്യൂമൻ റിസോഴ്സിനും അവർ വിളിച്ചിട്ടുണ്ട്. അവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടി അവിടെ ആവശ്യമുണ്ട്. അതേപോലെ ഫിനാൻസും വിളിച്ചിട്ടുണ്ട്. അപ്പം കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ December 6, 2024 ഇന്നാണ്. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് CSL കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ സൈറ്റ് കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 6 January 2025 ഒരു മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൽ എത്ര വേക്കൻസി ഉണ്ടെന്നതിലൊക്കെ നമുക്ക് നോക്കാം. മെക്കാനിക്കലിൻ്റെ കേസിലാണെങ്കിൽ ടോട്ടൽ 20, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മെക്കാനിക്കലിൻ്റെ കേസിലാണ്. പിന്നെ ഇലക്ട്രിക്കലിൻ്റെ കേസിലാണെങ്കിൽ 4, ഇലക്ട്രോണിക്സ് 2, പിന്നെ നാവൽ ആർക്കിടെക്ചർ കേസിൽ 6, സിവിലിൽ 3, IT 2, HR 4, ഫിനാൻസ് 3. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേക്കൻസീസ് ഉള്ളത്. അതേപോലെ പോസ്റ്റിംഗ് ഓഫ് എക്സിക്യൂട്ടീവ് ട്രെയിനീസ് ഷാൾ ബി CSL കൊച്ചി CMSRU, മുംബൈ ബാർ CKSRU, കൊൽക്കത്ത ബാർ CNSRU, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടാം. അതേപോലെ വേക്കൻസി ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി വേക്കൻസി കുറക്കാറൊന്നുമില്ല, കൂട്ടാറ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയാണ്. അപ്പോൾ ഇത് നോക്കുക. പിന്നെ കോമ്പൻസേഷൻ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ 14 lakhൻ്റെ അടുത്താണ് സ്കെയിൽ വരുന്നുണ്ട്. ആനുവൽ CTC 14 lakhs അടുത്താണ് വരുന്നുണ്ടാവുക. ബേസിക് പേ 40,000, DA 47.7% ആണ്, 90,080 വരുന്നുണ്ടാവും. HR 18%, കൊച്ചിയാണെങ്കിൽ HR 18%, 7,200 വന്നു. പെർസെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 35%, 40,000, 80,280 ആണ് വരുന്നുണ്ടാവുക. ഓൺ ആൻ ആവറേജ് CTC ഈവൺ സ്കെയിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ 40 lakhs ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പം BTech കഴിഞ്ഞ് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ജോലി കയറി ചെല്ലാൻ വേണ്ടി കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുമല്ല ഇതിന് ഏജ് ലിമിറ്റും ഉണ്ട് അവിടെ. 98 ജനുവരിക്ക് ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുള്ളൂ. അതായത് 27 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 27 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ 27 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ കോമൺ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 വർഷം OBCക്കും അതേപോലെ 5 വർഷം SC കാൻഡിഡേറ്റ്സിനും അവിടെ കോമൺ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ സിലബസ് കാര്യങ്ങൾ പറയാം. 60 മാർക്കിന്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ 10 മാർക്ക്, റൈറ്റിംഗ് സ്കില്ല് 10 മാർക്ക്, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ 20 മാർക്ക്. ടോട്ടൽ 100 മാർക്കാണ് അവർ മാർക്കിംഗ് ഇടുന്നുണ്ടാവുക. അപ്പോൾ ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 minutes ഡ്യൂറേഷൻ കംപ്രൈസിംഗ് ഓഫ് 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ജനറൽ അവയർനെസ്സിന് 5 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റിന്ന് 5 മാർക്ക്, റീസണിങ്ങിന് 5 മാർക്ക്, പിന്നെ കറസ്പോണ്ടിങ് സബ്ജക്റ്റ് ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കലിന് 40 മാർക്ക്, മെക്കാനിക്കൽ 40 മാർക്ക്, അങ്ങനെ. ഓക്കെ, അതേപോലെ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടുന്നുണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അതാണ് ഫേസ് 1. ഫേസ് 2 വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കിൽ ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന രീതിയിൽ 40 മാർക്ക്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് അതായത് ഫേസ് 1 ഓൺലൈൻ ടെസ്റ്റ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നടത്തുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സെൻറ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഫേസ് 2 എവിടെയാണ്? കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊച്ചിയിലായിരിക്കും നടന്നുണ്ടാവുക. ഓക്കെ, മിനിമം പാസ് മാർക്കൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 50% മാർക്ക്, അതായത് 50% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ നിങ്ങളത് പേപ്പർ വാല്യുവേഷന് പോകുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നുണ്ട്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള മീനിങ്. ഓക്കെ, മിനിമം റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:6 എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, 1:6. ഒരു വേക്കൻസി ആണെങ്കിൽ 6 പേരായിരിക്കും ഫേസ് 2 വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫേസ് 2 വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ 4 വേക്കൻസി ഉണ്ടെങ്കിൽ 24, 10 വേക്കൻസി ഉണ്ടെങ്കിൽ 60 എന്നുള്ള രീതിയിലായിരിക്കും അവർ വിളിക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ റാങ്ക് ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈഡ് ഇൻ ഓൾ ദ ഫേസസ് ഷാൾ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദി
ടോട്ടൽ മാർക്സ് സെക്യൂർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ phase 1 ആൻഡ് phase 2. phase 1 phase 2 ഇന്ത്യൻ മാർക്സിനെ നോക്കിയിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ടാവുക. ഔട്ട് ഓഫ് 100 എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈൻ MCQ എക്സാമിന് ഓൺലൈൻ എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള 40 മാർക്ക് എന്ത് ചെയ്യാം അൾട്ടിമേറ്റ് ആയിട്ട് നേടാൻ വേണ്ടി നോക്കാം. ഓക്കെ ഓക്കെ അതേപോലെ ഈ എലിജിബിൾ ഡിസിപ്ലിൻ്റെ കാര്യമെന്ന് പറഞ്ഞേക്കുന്നത് മെക്കാനിക്കൽ ഇതൊക്കെയാണ് എലിജിബിൾ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അതേപോലെയുള്ള കാര്യങ്ങൾ. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിന് ഇത്രയും ബ്രാഞ്ചസ് എലിജിബിളാണ്. നേവൽ ആർക്കിടെക്ചർ. ഓക്കെ, പിന്നെ സർവീസ് അഗ്രിമെൻറ്റ് ബോണ്ട് ഉണ്ട്. ഒരു 5 ലക്ഷത്തിന് എന്ത് ചെയ്യാം സർവീസ് അഗ്രിമെൻറ്റ് ബോണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവിടെ ആവശ്യമായിട്ടുണ്ട്. ഏജിൻ്റെ അതേപോലെ കാസ്റ്റിൻ്റെ ഡിസബിലിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ അതെന്ത് നിങ്ങളവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 1000 റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ എന്താ ബാങ്ക് ചാർജ്, ബാങ്കിൻ്റെ ഒരു ചാർജ് ഉണ്ടാവും, അതും കൂടി കൂട്ടിയിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 6 ജനുവരി 2025 മുന്നേ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതേപോലെ SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എന്താ നീഡ് നോട്ട് പേ ദ അപ്ലിക്കേഷൻ ഫീ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചി shipyard.in കയറി കഴിഞ്ഞാൽ എന്താ അവിടെ കരിയർ പേജ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇന്ന് തൊട്ട് എന്താ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അവിടെ ലിങ്ക് എന്താ അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PYQs നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കൊച്ചി ഷിപ്പ്യാർഡ് തന്നെ നല്ലൊരു പോസ്റ്റിലേക്ക് കയറാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഓക്കെ, എന്നാൽ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.